ലക്ഷ്മി പത്മയോട് പറയാണ്, നിങ്ങൾ മറച്ച ആ ഡേറ്റ് എന്ന് പറയുന്നത് വെറും 14 ഇതിന്റെ ഇങ്ങപ്പുറമുള്ള ഏപ്രിൽ നിങ്ങൾ മായ്ച്ചു കളഞ്ഞു. എന്തിന്? ഏപ്രിൽ 14, 2024 ഏപ്രിൽ 14 ആ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന് 10,000 രൂപ അയച്ചു കൊടുക്കുന്നു. ആ ഏപ്രിൽ മാസം നിങ്ങൾ മായ്ച്ചു കളഞ്ഞു. എന്തിന്? മറുപടി എന്താണെന്നറിയോ? ഉത്തരം ഞാൻ പറയാം. ഏപ്രിൽ 14, 2024 നിങ്ങൾ മറച്ച ആ ഡേറ്റ്. ഏപ്രിൽ 14 പ്രത്യേകത ബലാത്സംഗം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഏപ്രിൽ 8 കഴിഞ്ഞ് കൃത്യം 6 ദിവസത്തിന് ശേഷമുള്ള ഡേറ്റ് ആണ്. 8 അതായത് ഏപ്രിൽ 8 2024 ഏപ്രിൽ 8 തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കള്ളത്തരം ഈ പരാതിക്കാരി പറയുന്നത്. 8-ാം തീയതി തന്റെ മുഖത്ത് തുപ്പി, മുഖത്തടിച്ചു, തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. 3 മണിക്കൂർ 3 മണിക്കൂർ നേരം ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന ഈ പരാതിക്കാരി 14-ാം തീയതി ഏപ്രിൽ 8 കഴിഞ്ഞിട്ട് ഏപ്രിൽ 14-ാം തീയതി 6 ദിവസത്തിന് ശേഷം 10,000 രൂപ അയച്ചു കൊടുക്കുകയാണ്. എവിടെയും കേൾക്കുന്നു, എവിടെയെങ്കിലും കേട്ടിരുന്നോ? തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ബലാത്സംഗിക്ക് ആ യുവതി 10,000 രൂപ അയച്ചു കൊടുക്കുകയാണ്. എന്താ? ബലാത്സംഗം ചെയ്തതിനുള്ള കൂലിയാണ്. ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ. അല്ല പിന്നെ എന്താ പറയാ നിങ്ങൾ പറ. 8-ാം തീയതി തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ പരാതിക്കാരി 14-ാം തീയതി 10,000 രൂപ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പച്ചക്കള്ളമാണെന്ന് മനസ്സിലായില്ലേ? ഈ സ്ക്രീൻഷോട്ടാണ് ലക്ഷ്മി പത്മ പുറത്തുവിട്ടത്. ആ മാസം വായിച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മാസം ഏതാണ് എന്ന് അന്വേഷണത്തിൽ നിന്ന് ബോധ്യമാകും. അന്വേഷണത്തിൽ നിന്ന് കോടതിക്ക് ബോധ്യമായാൽ കോടതി പറയും, എടുത്തെറിയും. നിങ്ങൾ ബലാത്സംഗം ചെയ്തു അല്ലേ? നിങ്ങൾ ബലാത്സംഗം ചെയ്തിട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ 10,000 രൂപ അയച്ചു കൊടുക്കുക. ലോകത്ത് എവിടെയും ഉണ്ടോ ബലാത്സംഗത്തിന് കൂലി? നിങ്ങളെ ബലാത്സംഗം ചെയ്തിട്ട് ആ ബലാത്സംഗത്തിനാണോ 10,000 രൂപ അയച്ചു കൊടുക്കുന്നത്? ബലാത്സംഗം ചെയ്ത ആൾക്ക് ഇതാണോ ബലാത്സംഗം? ഇതെന്ത് ബലാത്സംഗമാണ്? കോടതി എടുത്തെറിയും. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക ആരോപണം ഇല്ലാതാവും. അതാ പറയുന്നത്. ലക്ഷ്മി പത്മ വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം ചേരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ചേരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി പത്മ അവതരിച്ചിരിക്കുകയാണ്. ലക്ഷ്മി പത്മക്ക് അബദ്ധം സംഭവിച്ചു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം ലക്ഷ്മി പത്മ അത്ര വലിയ മണ്ടിയൊന്നുമല്ല. ലക്ഷ്മി പത്മക്ക് അബദ്ധം സംഭവിച്ചതൊന്നുമില്ല. ലക്ഷ്മി പത്മ വളരെ കരുതി കൂട്ടി രാഹുൽ മാങ്കൂട്ടം. കാരണം ലക്ഷ്മി പത്മക്ക് അറിയാം രാഹുൽ മാങ്കൂട്ടം ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു വലിയ ഗൂഢാലോചനയിൽ, ആ വലിയ ഗൂഢാലോചനയിൽ എന്നെ പങ്കാളിയാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഗൂഢാലോചനക്കാരിൽ നിന്ന് ലക്ഷ്മി പത്മ മാറുകയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഏതായാലും എന്റെ കരുതലൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ നമ്മുടെ ഫെനി നൈനാൻ പറയുന്നത്, താങ്കൾ പണം അയച്ച തീയതി മറയ്ക്കാൻ കാരണം ബലാത്സംഗം ചെയ്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് മായും മുമ്പേ 10,000 രൂപ ബലാത്സംഗം ചെയ്തു എന്നാരോപിക്കുന്ന ആൾക്ക് കൊടുത്തതിന്റെ ലോജിക്ക് താങ്കൾക്ക് പോലും ദഹിക്കാത്തത് കൊണ്ടാവുമല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ മായച്ചത്? അത് നിങ്ങൾക്ക് പോലും ദഹിച്ചിട്ടില്ല. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് പാർട്ടി അതിന് സമ്മതിക്കില്ല, തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കൂട്ടുനിൽക്കില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഷെഹനാസും നമ്മുടെ മുകേഷിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പടങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഷെഹനാസ് കൃത്യമായി CPM-ന്റെ പക്ഷത്തേക്ക് ചാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സിപിഎമ്മിന്റെ കൂടെയാണ് അവരിപ്പം കോൺഗ്രസിന്റെ പക്ഷത്ത് ഏറ്റവും വലിയ വഞ്ചകിയായി, ഒറ്റുകാരിയായി കോൺഗ്രസിന്റെ പക്ഷത്ത് നിൽക്കുകയാണ് കേട്ടോ. ഷാഫി പറമ്പിലോട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു അന്ധകവിത്തിനെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് എടുത്തു മാറ്റുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം വരും ദിവസങ്ങളിൽ ഒന്നുകൂടി കലങ്ങി തെളിയുമ്പോൾ വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ, കോടതി രാഹുലിനെ കുറ്റവിമുക്തനാക്കുന്നതിന് മുമ്പ് തന്നെ പൊതുസമൂഹം ഇപ്പം രാഹുലിനെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞു. രാഹുലിന്റെ ഫാൻസ് പഴയതിനേക്കാൾ രാഹുലിന്റെ ഫാൻസ് കൂടുകയാണ്. ഞാൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചു കൊണ്ടിട്ട ഈ പോസ്റ്റിന് താഴെ വന്ന ഞാൻ നോക്കിയപ്പോ ആ കമന്റുകളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് രാഹുലിനെ അത്രയേറെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നത്. കാരണം അവർക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹൃദയശുദ്ധി. അമ്മയുടെ കണ്ണീരിന്റെ വില മനസ്സിലാക്കിയ മകനാണ് രാഹുൽ കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മുടെ ഹാഷ്മി ഇന്റർവ്യൂ ചെയ്തതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ആകെ ഭയങ്കര കോളിളക്കം എന്ന് തന്നെ പറയാൻ കേട്ടോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാൻസ് കുറെ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് തുറന്ന ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുന്നു.
അതോടൊപ്പം തന്നെ ഹാഷ്മിക്കെതിരെ തെറിവിളി, ഈ സൈബർ കമ്മികളുടെ വക, അല്ലെങ്കിൽ ഈ കുറച്ച് ഫെമിനിസ്റ്റുകളുണ്ടല്ലോ, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത, ഉൾക്കൊള്ളാനാവാത്ത ഫെമിനിസ്റ്റുകളുടെ വക നമ്മുടെ ഹാഷ്മിക്കെതിരെ തെറിവിളി. പിന്നെ ന്യായീകരിക്കാൻ വേണ്ടി വന്നത് നമ്മുടെ ലക്ഷ്മി പത്മയാണ്. ലക്ഷ്മി പത്മ അറിയാലോ, ഈ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ജേർണലിസ്റ്റ്, അവര് ന്യൂസ് മലയാളത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരിപ്പോ എനിക്ക് തോന്നുന്ന ബിഗ് ടിവിയിലേക്ക് അവര് പോയിട്ടുണ്ട്. ലക്ഷ്മി പത്മ നല്ല ആങ്കറാണ്, അവര് നല്ല അവതാരകയൊക്കെയാണ്, വളരെ സ്റ്റൈലിഷ് ആയ അവതാരകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അവതാരകയാണ് ലക്ഷ്മി പത്മ കേട്ടോ. പക്ഷെ അവരുടെ നിലപാടിനെ കുറ്റം പറയുന്നൊന്നുമില്ല കേട്ടോ. കാരണം എല്ലാവർക്കും അവരുടേതായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കാം. ഞാൻ എന്റെ നിലപാട്, വളരെ കൃത്യമായ നിലപാട് ഞാൻ തുടക്കത്തിൽ തന്നെ എടുത്തതാണ്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെയാണ്. അതിലൊരു സംശയമില്ല. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സുകാരനാണെന്ന് നോക്കിയിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ അകത്തില്ല കേട്ടോ. കാരണം കൃത്യമായി രാഹുൽ മാങ്കൂട്ടം ഒരു സ്ത്രീയെയും, ഇന്നലെ ആഷ്മിയോട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ പോലെ അവരുടെ സമ്മതമില്ലാതെ ഞാൻ ഒരു സ്ത്രീയെ പോലും സ്പർശിച്ചിട്ടില്ല എന്നും അങ്ങനെ തുടങ്ങിയ രാഹുലിന്റെ തുറന്നു പറച്ചിലുകൾ നേരത്തെ തന്നെ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ബോധ്യപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യം, അപ്പൊ രാഹുലിനോടുള്ള വിദ്വേഷം കൊണ്ട് ഹാഷ്മിയെ തെറി വിളിക്കുക, രാഹുലിനെ വീണ്ടും ലൈംഗിക വൈകൃതക്കാരൻ, സ്ത്രീ പീഡകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഫെമിനിസ്റ്റുകള് അറിഞ്ഞോ അറിയാതെയോ അവർ യഥാർത്ഥത്തിൽ രാഹുൽ പക്ഷത്തേക്ക് ചേരുകയാണ്. ഇതിൽ ഞാൻ ആദ്യം ലക്ഷ്മി പത്മയുടെ പേരാണ് പറയുന്നത്. ശരിക്ക് ലക്ഷ്മി പത്മയുടെ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ആദ്യം ഈ ഒരു ഇന്റർവ്യൂവിന് ശേഷം, ഹാഷ്മിയായിട്ടുള്ള ഇന്റർവ്യൂവിന് ശേഷം ആദ്യമായി പ്രതികരിച്ചത് ലക്ഷ്മി പത്മയാണ്. ലക്ഷ്മി പത്മയുടെ ഒരു പോസ്റ്റിനെ തുടർന്ന് ഫെനി നൈനാൻ ഒരു മറുപടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫെനി നൈനാൻ മറുപടി ഇട്ടിട്ടുണ്ട്, രാഹുൽ ഈശ്വർ മറുപടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാരുടെ മറുപടി ഇട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ, രാഹുൽ മാങ്കൂട്ടത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ലക്ഷ്മി പത്മ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയത്. അതായത് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ തെറി വിളിച്ചിരുന്ന, രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധനാണ്, സ്ത്രീ പീഡകനാണ്, ലൈംഗിക വൈകൃതക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന, എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പരാതിക്കാരികളെയും അടുത്തറിയാവുന്ന ഈ പരാതിക്കാരിയെ ഞാൻ നേരിട്ട് കണ്ടു. പ്രത്യേകിച്ച് ഒന്നാമത്തെ പരാതിക്കാരിയെ നേരിട്ട് കണ്ടു, അവരുമായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്ന ലക്ഷ്മി പത്മ ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം ചേരുകയാണ്. എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഈ വാദങ്ങൾ നടക്കുമ്പോൾ ഏതായാലും ഈ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആദ്യ പരാതിയിലാണ് മുൻകൂർ ജാമ്യം കിട്ടാത്തത്, അതാണ് അറസ്റ്റ് തടഞ്ഞത്. അതായത് രണ്ടാമത്തെ പരാതിയിലും മൂന്നാമത്തെ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മൂന്ന് കോടതികളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്ന 3 കോടതികളും പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക ആക്രമണവും നടത്തിയിട്ടില്ല, എല്ലാം പരസ്പര സമ്മതത്തോടെയുള്ള, ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധങ്ങളാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് ഈ 3 കോടതികളും വീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഫെമിനിസ്റ്റുകള് അല്ലെങ്കിൽ ഹാഷ്മിക്കെതിരെ ഇങ്ങനെ ആക്രോശിക്കുന്നവര്, സൈബർ കമ്മികള്, ഇവർ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ തന്നെ കോൺഗ്രസിലെ ഒരു വർഗവഞ്ചകയുണ്ട് കേട്ടോ. കോൺഗ്രസിലെ ഒരു വർഗവഞ്ചക ആരാണെന്ന് അറിയോ? ഷഹനാസിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഷഹനാസിന്റെ കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം ഷഹനാസിന്റെ കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല. അത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റ കാര്യം വി ഡി സതീശനോടും ഷാഫി പറമ്പിലോടും ഒക്കെ പറയാൻ കേട്ടോ. കാരണം നിങ്ങളുടെ പാർട്ടിയെ കുളം തോണ്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പാർട്ടിയെ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആളാണ് ഷഹനാസ്. ആ കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നന്ന് കേട്ടോ. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന്. എത്രയും പെട്ടെന്ന് ഈ ഷഹനാസ് എന്ന് പറയുന്ന നിങ്ങളുടെ സാംസ്കാരിക എന്തൊരു വേദി ഉണ്ടല്ലോ, നിങ്ങളുടെ അതിന്റെ എന്തൊരു പ്രവർത്തകയോ അതിന്റെ എന്തൊരു കൊളസ്ട്രോളാണെന്ന് പറയുന്നത് ഈ ഷഹനാസ് എന്ന് പറയുന്നത്. ഷഹനാസ് ഇന്നൊരു പ്രതികരിച്ചിട്ടുണ്ട്. ഷഹനാസ് വളരെ മോശം ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തെ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തേക്ക് ആ പേര് പറയാൻ കൂടി ഷഹനാസിന് എന്ത് യോഗ്യതയാണുള്ളത്? എന്നിട്ട് കോൺഗ്രസിന്റെ മൊത്തം കുത്തകാവാസം തനിക്കാണ് എന്നുള്ള പോലെ ഷഹനാസ് ഒന്ന് കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഷഹനാസിനെ പിന്തുടരുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാനുള്ള, നിയമസഭയില് രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാനുള്ള, അല്ലെങ്കിൽ എം എൽ എ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് റദ്ദ് ചെയ്യാനുള്ള, എടുത്തു കളയാനുള്ള, നീക്കം ചെയ്യാനുള്ള നടപടികളുടെ ഭാഗമായി ഒരു പരാതി വന്നു. ആ പരാതി ഈ പ്രിവിലേജ് കമ്മിറ്റി, നിയമസഭയിലെ പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ്. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ്. 23-ാം തീയതി ഫസ്റ്റ് ഹിയറിംഗ് ആണ്.
ഫസ്റ്റ് ഹിയറിംഗ് 23-ാം തീയതി ഈ പരാതിക്കാരനുമായുള്ള ഒരു ഹിയറിംഗ് നടക്കും. അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ വിളിക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഒരു നിയമസഭയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഭരണത്തിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ ഞങ്ങളെന്തോ രാഹുൽ മാങ്കൂട്ടത്തെ ഇതാ മൂക്കിൽ വലിച്ചു കയറ്റാൻ പോവുകയാണോ എന്നൊക്കെ ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സഖാക്കന്മാർ ചെയ്തൊരു പരിപാടിയാണ് അയോഗ്യനാക്കാൻ വേണ്ടി പോകുക. എന്തോ ഒരു ഡി കെ മുരളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. MLA അങ്ങനെ ഒരു MLA ആണ് ഈ പരാതി കൊടുത്തത്. എന്തെങ്കിലും ആവട്ടെ, പരാതി കൊടുക്കാതിരിക്കുക എന്തെങ്കിലും ആവട്ടെ, ഏതായാലും അയോഗ്യനാക്കാനുള്ള പരാതി വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കുന്നത് കോൺഗ്രസ് പാർട്ടി അനുകൂലിക്കില്ല. റോജി എം ജോൺ ഉൾപ്പെടെയുള്ള രണ്ടുപേരാണ് ഈ എത്തിക്സ് കമ്മിറ്റിയിലുള്ളത്. പക്ഷെ ഭൂരിഭാഗം ഭരണ കക്ഷിയിൽപ്പെട്ട ആൾക്കാരാണ്. എങ്കിലും പ്രതിപക്ഷത്തുള്ള റോജി എം ജോൺ ഉൾപ്പെടെ രണ്ടുപേര് ഈ എത്തിക്സ് അതായത് പ്രിവിലേജ് കമ്മിറ്റിയിലുണ്ട്. അപ്പൊ അവര് കൃത്യമായ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു. അവരല്ല, കോൺഗ്രസ് പാർട്ടി കൃത്യമായ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങനെ അയോഗ്യനാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുകൂലിക്കില്ല. അപ്പൊ ഈ KPCC അതായത് കോൺഗ്രസ് കമ്മിറ്റി തന്നെ, കോൺഗ്രസുകാർ തന്നെ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു. ഞങ്ങൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ MLA സ്ഥാനം തെറിപ്പിക്കാനുള്ള ഈ പരിപാടിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാനുള്ള പരിപാടിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് കോൺഗ്രസുകാര് വ്യക്തമാക്കുമ്പോഴാണ് ഷഹനാസ് പോലുള്ള ചില കീടങ്ങൾ വന്നിരുന്നിട്ട് പറയുന്നത് ഇയാൾ വലിയ കോഴിയാണ്, ഇയാൾ വലിയ പീഡകനാണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ കാര്യം നമ്മൾ ചെറിയ രീതിയിൽ പറഞ്ഞ് തീരല്ലത്. കാരണം അത് ഷഹനാസിന്റെ നിലപാടുകളെ ആ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഈ ഹാഷ്മിക്ക് നൽകിയ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി ഷഹനാസ് എങ്ങനെയൊക്കെയാണ് തന്നോട് പെരുമാറിയത്, ഷഹനാസിന്റെ കള്ളക്കളികൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടം പൊളിച്ചടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടി കൂട്ടിച്ചേർത്തിട്ട് ഈ ഷഹനാസിന്റെ പുതിയ ഈ ആരോപണങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ട് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത് ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ചേർന്നിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. നിങ്ങൾ പറയും ലക്ഷ്മി പത്മയുടെ ഈ ഒരു പോസ്റ്റ് അല്ലെ, ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോസ്റ്റ് ഇട്ടത്. ഈ ഹാഷ്മിയെ പത്രപ്രവർത്തനം പഠിപ്പിക്കുകയാണല്ലോ ലക്ഷ്മി പത്മ. ഈ ലക്ഷ്മി പത്മ എന്നാൽ എത്ര വലിയ മാധ്യമ പ്രവർത്തിയായത്. ലക്ഷ്മി പത്മ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടതെന്ന് ഹാഷ്മിയെ പഠിപ്പിക്കുകയാണ് ലക്ഷ്മി പത്മ. അതെന്തെങ്കിലാവട്ടെ, ലക്ഷ്മി പത്മ പഠിപ്പിക്കട്ടെ. ഞാനതൊന്നല്ല, ലക്ഷ്മി പത്മയുടെ ആ പോസ്റ്റ് ഉണ്ടല്ലോ, വളരെ രസകരമായ പോസ്റ്റ് മിക്കവാറും കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും അതിൽ ലക്ഷ്മി പത്മ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ലക്ഷ്മി പത്മയുടെ ഈ ഒരു പോസ്റ്റും ലക്ഷ്മി പത്മ ഈ പോസ്റ്റിനൊപ്പം സമർപ്പിച്ച കുറെ ഈ സ്ക്രീൻഷോട്ടുകൾ ഉണ്ട്. ആ സ്ക്രീൻഷോട്ടുകളും രാഹുലിനെ കുറ്റവിമുക്തനാക്കാൻ സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പത്മ രാഹുൽ പക്ഷത്തേക്ക് ചേർന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം സ്ത്രീ പീഡകനല്ല എന്ന് ഉള്ളുകൊണ്ട് പറയുകയാണ് ലക്ഷ്മി പത്മ. പക്ഷെ പുറത്ത് രാഹുൽ സ്ത്രീ പീഡകനാണ് എന്നുള്ള ഒരു രീതിയിലും പറയുന്നു. ലക്ഷ്മി പത്മ പറയുന്നു, നോക്കാം നമുക്ക്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ 24 മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ, സമാഹരിക്കാതെ പോയ തെളിവുകൾ, അതാണ് ഇതിന്റെ ഒരു ടൈറ്റിലായിട്ട് ലക്ഷ്മി പത്മ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്നാമത്തെ കാര്യം പറയുന്നു, മൂന്നാമത്തെ പരാതി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. കാരണം ഈ 1, 2, 3 പരാതി എല്ലാ പരാതിക്കാരികളുടെയും ആ ഒരു ഇവരുടെ പരാതികൾ ഏതാണ്ട് ഒരേപോലെയാണ്. ഗർഭചിത്രം, ഹോട്ടലിലേക്ക് വരിക, വിളിക്കുക, അങ്ങനെയുള്ള ഏതാണ്ട് ഒരേപോലെയാണ്. അതുകൊണ്ട് ഈ പരാതികൾ നമ്മൾ മാറിപ്പോകും. എങ്കിൽ ഈ മൂന്നാം പരാതിക്കാരി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കാനഡക്കാരിയാണ്. അവരിതുവരെ വന്നിട്ടില്ല, അവരിതുവരെ മുഖം കാണിച്ചിട്ടില്ല, ആരാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, അവർ ഒപ്പ് പോലും ഇട്ട് കൊടുത്തിട്ടില്ല, അവർ മെഡിക്കൽ ടെസ്റ്റിന് നിന്ന് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ലൈംഗിക പീഡനം എന്ന് പറയുന്നത് ദൈവം തമ്പുരാനും മാത്രമേ അറിയുള്ളൂ കേട്ടോ. പിന്നെ പിണറായിന്റെ പോലീസുകാർക്കും അറിയാം, ലക്ഷ്മി പത്മക്കും അറിയാം. അപ്പൊ ലക്ഷ്മി പത്മ പറയാണ്, മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഇന്റർവ്യൂ കണ്ടവർക്കറിയാം, രാഹുൽ മാങ്കൂട്ടം പറയുന്നു ഈ ഒരു പരാതിക്കാരിയിൽ നിന്ന് അതിജീവിതയല്ല പരാതിക്കാരി, ഈ മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്ന് പണം വേണം എന്ന് ഞാൻ ഇതുവരെ അവരോട് ആവശ്യപ്പെട്ടില്ല. 1 രൂപ പോലും അവരിൽ നിന്ന് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റൊന്നൊരു ചെരുപ്പിന്റെ കാര്യം ഹാഷ്മി ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, ചെരുപ്പിന്റെ കാര്യമൊക്കെ ഇങ്ങനെ അവര് ഈ ചില സ്ക്രീൻഷോട്ടുകളൊക്കെ എനിക്ക് ഇട്ട് തന്നിരുന്നു, അപ്പൊ ഈ ചെരുപ്പ് വാങ്ങിച്ചത് ഞാൻ തന്നെയാണ് എന്നുമാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. അങ്ങനെയാണ് ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഈ മൂന്നാമത്തെ പരാതിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടം വന്ന ഉടനെ എന്നെ കയറി പിടിച്ചു, എന്നെ മുഖത്തേക്ക് തുപ്പി, മുഖത്തടിച്ചു, എന്നെ ആകെ ആക്രമിച്ചു, കീഴ്പ്പെടുത്തി എന്നൊക്കെ പറയുന്നത്, ഏറ്റവും അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാ പറയുന്നത് കേട്ടോ. അങ്ങനെ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരി ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് നിരവധിയായ ഷാംപൂ, ഫേസ് ലോഷൻ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പിന്നെ പല തവണയായിട്ട് പണം കൊടുക്കുക, ഇതൊക്കെ കൊടുക്കുന്നത് ഈ
എന്താ പറയാ, രാഹുൽ തന്നെ ബലാത്സംഗം ചെയ്തു. ഇത് ഈ എന്താ പറയാ, ഈ കഥകളിൽ പോലും ഇങ്ങനെ കാണില്ല കേട്ടോ. അതായത് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പരാതിപ്പെടുന്ന യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് സമ്മാനങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ട് പറയുന്ന 1 രൂപ പോലും ഞാൻ ഇവരോട് ആവശ്യപ്പെട്ടിട്ടില്ല, ചെരുപ്പ് വാങ്ങിയത് ഞാൻ തന്നെയാണ് എന്ന് മാത്രമാണ് ഹാഷ്മിയോട് പറയുന്നത്. അപ്പോ ലക്ഷ്മി പത്മ പറയുകയാണ്, മൂന്നാമത്തെ പരാതിക്കാരിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിലുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലേക്കാകുന്നത്? കോടതി സമക്ഷമുള്ള തെളിവുകളാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചു കൊടുത്ത സകലമാന വസ്തുക്കളുടെയും പണത്തിന്റെയും ഒക്കെ സ്ക്രീൻഷോട്ടുകൾ വളരെ കൃത്യമായി ലക്ഷ്മി പത്മ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. ഒരു 10-20 സ്ക്രീൻഷോട്ടുകളാണ്. ലക്ഷ്മി പത്മക്കുള്ള കൃത്യമായ മറുപടിയാണ് ഫെനി നൈനാൻ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. അതിങ്ങനെയാണ്: ലക്ഷ്മി പത്മ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെയും ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിരുന്നു. അതായത് ലക്ഷ്മി പത്മ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അതിൽ ഫെനി നൈനാന്റെ ചാറ്റിന്റെ ഒരു സ്ക്രീൻഷോട്ടും പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്. ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നും മുഖത്ത് തുപ്പിയെന്നും ആരോപണം ഉന്നയിച്ച പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടം MLAക്ക് അതിനുശേഷവും ഷാംപൂവും ഫേസ് വാഷും കസ്റ്റമൈസ്ഡ് കീ ചെയിനും വാച്ചും ചെരിപ്പും ഗോട്ട് മിൽക്കും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് സൂചിപ്പിക്കുന്ന താങ്കളുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടു. 3 തവണയായി 20,000 രൂപ പണമായി അയച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ പുറത്തുവിട്ടതാണ്. രാഹുൽ മാങ്കൂട്ടം തനിക്ക് അവർ പണം അയച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് താൻ 1 രൂപയെങ്കിലും അവരോട് ആവശ്യപ്പെട്ടതിന്റെ തെളിവ് പുറത്തുവിടാനാണ്. അതാണ് ഹാഷ്മിയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ ലക്ഷ്മി പത്മ? ആ വെല്ലുവിളി, ഇത്രയും സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചല്ലോ, രാഹുൽ മാങ്കൂട്ടം ആ പരാതിക്കാരിയോട് 1 രൂപയെങ്കിലും ആവശ്യപ്പെട്ടു എന്നുള്ളതിന്റെ വല്ല തെളിവും ഹാജരാക്കാനുണ്ടോ? ലക്ഷ്മി പത്മ 20-ൽ പരം സ്ക്രീൻഷോട്ട് ഇട്ടതിൽ നിന്ന് 1 തവണ പണം അയച്ചതിന്റെ മാത്രം ഏത് മാസത്തിലാണ് അയച്ചത് എന്ന് മറച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. അതായത് ലക്ഷ്മി പത്മ പണം അയച്ചതിന്റെ മൂന്ന് സ്ക്രീൻഷോട്ടുകൾ ലക്ഷ്മി പത്മ അയക്കുന്നുണ്ട്. ഒന്ന് ഒക്ടോബർ 7, 2024. ശ്രദ്ധിക്കണേ, ഒക്ടോബർ 7, 2024 2500 രൂപ അയച്ചു കൊടുക്കുന്നു. പിന്നീട് ഒക്ടോബർ 7, 2024 7500 രൂപ അയച്ചു കൊടുക്കുന്നു. പിന്നീട് ഒരു 10,000 രൂപ അയച്ചു കൊടുക്കുന്നത് 2024 മാസം പറയുന്നില്ല കേട്ടോ, ഏതോ ഒരു 14-ാം തീയതി 2024 ഏതോ ഒരു 14-ാം തീയതി അത് മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. അതായത് മൂന്നാമത് 10,000 രൂപ അയച്ചു കൊടുത്ത ആ സ്ക്രീൻഷോട്ടിന്റെ ആ മാസം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അതായത് ആദ്യത്തെ 2 എണ്ണം ഒക്ടോബർ 7 2 തീയതികൾ, 2 ഒരേ തീയതികളാണ്. മറ്റൊരു തീയതി, അതേത് തീയതി അത് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഏറ്റവും നിങ്ങൾ ഞെട്ടുന്നൊരു കാര്യം കേട്ടോ. അതായത് ഉത്തരം ഞാൻ തന്നെ പറയാം. ഏപ്രിൽ 14, 2024 നിങ്ങൾ മറച്ച ആ ഡേറ്റ്. ലക്ഷ്മി പത്മയോട് പറയാണ്, നിങ്ങൾ മറച്ച ആ ഡേറ്റ് എന്ന് പറയുന്നത് വെറും 14 അല്ല, ഇതിന്റെ ഇങ്ങപ്പുറമുള്ള ഏപ്രിൽ നിങ്ങൾ മായ്ച്ചു കളഞ്ഞു. എന്തിന്? ഏപ്രിൽ 14, 2024 ഏപ്രിൽ 14 ആ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന് 10,000 രൂപ അയച്ചു കൊടുക്കുന്നു. ആ ഏപ്രിൽ മാസം നിങ്ങൾ മായ്ച്ചു കളഞ്ഞു. എന്തിന്? മറുപടി എന്താണെന്നറിയോ? ഉത്തരം ഞാൻ പറയാം. ഏപ്രിൽ 14, 2024 നിങ്ങൾ മറച്ച ആ ഡേറ്റ്. ഏപ്രിൽ 14 പ്രത്യേകത, ബലാത്സംഗം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഏപ്രിൽ 8 കഴിഞ്ഞ് കൃത്യം 6 ദിവസത്തിന് ശേഷമുള്ള ഡേറ്റ് ആണ്. എട്ടിയില്ലേ? അതായത് ഏപ്രിൽ 8-നാണ് 2024 ഏപ്രിൽ 8-നാണ് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കള്ളത്തരം ഈ പരാതിക്കാരി പറയുന്നത്. 8-ാം തീയതി തന്നെ മുഖത്ത് തുപ്പി, മുഖത്തടിച്ചു, തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു, 3 മണിക്കൂർ നേരം ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുന്ന ഈ പരാതിക്കാരി 14-ാം തീയതി, ഏപ്രിൽ 8 കഴിഞ്ഞിട്ട് ഏപ്രിൽ 14-ാം തീയതി 6 ദിവസത്തിന് ശേഷം 10,000 രൂപ അയച്ചു കൊടുക്കുകയാണ്. എവിടെയെങ്കിലും കേട്ടിരുന്നോ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ബലാത്സംഗിക്ക് ആ യുവതി
10,000 രൂപ അയച്ചു കൊടുക്കുകയാണ്. എന്താ ബലാത്സംഗം ചെയ്തതിനുള്ള കൂലിയാണ്. ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ. അല്ല പിന്നെ എന്താ പറയാ നിങ്ങൾ പറ. 8-ാം തീയതി തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആ പരാതിക്കാരി 14-ാം തീയതി 10,000 രൂപ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പച്ചക്കള്ളമാണെന്ന് മനസ്സിലായില്ലേ? ഈ സ്ക്രീൻഷോട്ടാണ് ലക്ഷ്മി പത്മ പുറത്തുവിട്ടത്. ആ മാസം വായിച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മാസം ഏതാണ് എന്ന് അന്വേഷണത്തിൽ നിന്ന് ബോധ്യമാകും. അന്വേഷണത്തിൽ നിന്ന് ബോധ്യമായാൽ, കോടതിക്ക് ബോധ്യമായാൽ കോടതി പറയും, എടുത്തെറിയും. നിങ്ങൾ ബലാത്സംഗം ചെയ്തു അല്ലേ? നിങ്ങൾ ബലാത്സംഗം ചെയ്തിട്ട് 6 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ 10,000 രൂപ അയച്ചു കൊടുക്കുക. ലോകത്ത് എവിടെയും ഉണ്ടോ ബലാത്സംഗത്തിന് കൂലി? നിങ്ങളെ ബലാത്സംഗം ചെയ്തിട്ട് ആ ബലാത്സംഗത്തിനാണോ 10,000 രൂപ അയച്ചു കൊടുക്കുന്നത്? ബലാത്സംഗം ചെയ്ത ആൾക്ക് ഇതാണോ ബലാത്സംഗം? ഇതെന്ത് ബലാത്സംഗമാണ്? കോടതി എടുത്തെറിയും. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക ആരോപണം ഇല്ലാതാവും. അതാ പറയുന്നത്. ലക്ഷ്മി പത്മ വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം ചേരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ചേരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി പത്മ അവതരിച്ചിരിക്കുകയാണ്. ലക്ഷ്മി പത്മക്ക് അബദ്ധം സംഭവിച്ചു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം ലക്ഷ്മി പത്മ അത്ര വലിയ മണ്ടിയൊന്നുമല്ല. ലക്ഷ്മി പത്മക്ക് അബദ്ധം സംഭവിച്ചതൊന്നുമില്ല. ലക്ഷ്മി പത്മ വളരെ കരുതി കൂട്ടി രാഹുൽ മാങ്കൂട്ടം. കാരണം ലക്ഷ്മി പത്മക്ക് അറിയാം രാഹുൽ മാങ്കൂട്ടം ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു വലിയ ഗൂഢാലോചനയിൽ, ആ വലിയ ഗൂഢാലോചനയിൽ എന്നെ പങ്കാളിയാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഗൂഢാലോചനക്കാരിൽ നിന്ന് ലക്ഷ്മി പത്മ മാറുകയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഏതായാലും എന്റെ കരുതലൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ നമ്മുടെ ഫെനി നൈനാൻ പറയുന്നത്, താങ്കൾ പണം അയച്ച തീയതി മറയ്ക്കാൻ കാരണം ബലാത്സംഗം ചെയ്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് മായും മുമ്പേ 10,000 രൂപ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കുന്ന ആൾക്ക് കൊടുത്തതിന്റെ ലോജിക്ക് താങ്കൾക്ക് പോലും ദഹിക്കാത്തതുകൊണ്ടാവുമല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ മായച്ചത്? അത് നിങ്ങൾക്ക് പോലും ദഹിച്ചിട്ടില്ല, ലക്ഷ്മി പത്മക്ക് പോലും ദഹിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ഫെനി നൈനാൻ പറയുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് പാർട്ടി അതിന് സമ്മതിക്കില്ല, തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി ഒരിക്കലും കൂട്ടുനിൽക്കില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഷഹനാസും നമ്മുടെ മുകേഷിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പടങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഷഹനാസ് കൃത്യമായി CPM-ന്റെ പക്ഷത്തേക്ക് ചാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. CPM-ന്റെ കൂടെയാണ് അവരിപ്പം കോൺഗ്രസിന്റെ പക്ഷത്ത് ഏറ്റവും വലിയ വഞ്ചകിയായി, ഒറ്റുകാരിയായി കോൺഗ്രസിന്റെ പക്ഷത്ത് നിൽക്കുകയാണ് കേട്ടോ. ഷാഫി പറമ്പിലോട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു അന്തകവിത്തിനെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് എടുത്തു മാറ്റുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം വരും ദിവസങ്ങളിൽ ഒന്നുകൂടി കലങ്ങി തെളിയുമ്പോൾ വളരെ കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ, കോടതി രാഹുലിനെ കുറ്റവിമുക്തനാക്കുന്നതിന് മുമ്പ് തന്നെ പൊതുസമൂഹം ഇപ്പം രാഹുലിനെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞു. രാഹുലിന്റെ ഫാൻസ് പഴയതിനേക്കാൾ രാഹുലിന്റെ ഫാൻസ് കൂടുകയാണ്. ഞാൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചു കൊണ്ടിട്ട ഈ പോസ്റ്റിന് താഴെ വന്ന ഞാൻ നോക്കിയപ്പോ ആ കമന്റുകളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് രാഹുലിനെ അത്രയേറെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നത്. കാരണം അവർക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹൃദയശുദ്ധി. അമ്മയുടെ കണ്ണീരിന്റെ വില മനസ്സിലാക്കിയ മകനാണ് രാഹുൽ കേട്ടോ. അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. ബാക്കി ഇതിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഷഹനാസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം കേട്ടോ.